ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും അത്തിമാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മലേഷ്യയിലാണ്. മലേഷ്യയിലെ രണ്ടാമത്തെ ദിവസമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പം സമയം 7:27 ആയിട്ടിട്ട് കാണാനില്ല. അവിടെ കണ്ടോ? ഇത് മെട്രോ അല്ല, അതിന്റെ പേരെന്താ കണ്ട ഞാൻ മറന്നു. മോണോ റെയിലാണ് കേട്ടോ പോകുന്നത്. അതേ കണ്ട അപ്പോഴും പോലെ പോണതാണ് മോണോ റെയിൽ. അപ്പോൾ എന്തായാലും ഞങ്ങൾ എണീച്ചു. ഇനി ഭക്ഷണം കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം എന്താ ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ ഇവിടെ ഇന്ന് എന്തൊക്കെ ഒരു മിനിറ്റ് ഇന്ന് ഏതൊക്കെ സ്ഥലത്തേക്കാണ് പോകണം, എന്തൊക്കെ ഉണ്ടാവണമെന്ന് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ കാണാം. അപ്പം ഞങ്ങൾ ആ ഹോട്ടലിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അവിടെ തന്നെ നമുക്ക് ബുഫേ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കഴിച്ചിട്ട് നമുക്ക് ഇന്നത്തെ നമ്മളുടെ സ്ഥലത്തേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബ്രെഡും ജാമും ചോക്കോസും പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളൂ. ഉപ്പുമാവും ഉണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റിയതൊന്നും ഉണ്ടായിരുന്നില്ല. വെജിറ്റേറിയൻകാർക്ക് ഒന്നുമില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിയായിരുന്നു കഴിക്കാൻ. അപ്പോൾ നമ്മൾ ചായ കാപ്പി അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും കഴിച്ചു. അധികം ബ്രെഡ്, ഞാനും അപ്പൂട്ടനും നാക്കുലും അധികം ബ്രെഡ് വെച്ചിട്ട് തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഹോട്ടലിൽ മാത്രം നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഉപ്പുമാവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നോ? ഇഷ്ടമില്ല അല്ലേ? ചീത്തയാണ്. കാണാൻ്റെ അഭിപ്രായം എന്താ? ഫുഡ് എനിക്കും അതെ, ആവറേജ്. അപ്പം ഞങ്ങളൊക്കെ കഴിച്ചു. ഇനി ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. മലേഷ്യയിൽ രാവിലെ തൊട്ടിട്ട് മഴയായിരുന്നു കേട്ടോ, ഭയങ്കര മഴയായിരുന്നു ഇന്ന്, മീൻസ് ഈ ഒരു ദിവസം. അപ്പോൾ സ്ഥലങ്ങളൊന്നും കാണാൻ പോകാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഓക്കെ, എന്തായാലും ഇവിടുന്ന് പോകണ്ടേ, അതുകൊണ്ട് നമുക്ക് പോവാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തായാലും ബസ്സിൽ കയറി കേട്ടോ. ഞങ്ങളേറ്റവും പിന്നത്തെ സീറ്റിൽ പുറത്ത് നല്ല പേര് മഴ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് പോകുന്നത് എങ്ങടാന്നറിയോ? നമ്മളുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുരുകൻ്റെ ഒരു സ്റ്റാച്യു ഉള്ള ഒരു അമ്പലം മലേഷ്യയിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മുരുകൻ്റെ അമ്പലത്തിൽ എത്തിയിരിക്കണം കേട്ടോ. എല്ലാവർക്കും അറിയാം മലേഷ്യയിൽ. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് വഴി കയറാൻ പോവാണ്. കുറച്ച് പ്രാവാണ് കേട്ടോ, ഞാൻ കാണിച്ചത്. അപ്പോൾ ഇവിടെ 272 സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്ക് മുകളിലെത്താൻ കേട്ടോ. കുറച്ച് സ്റ്റെപ്പ് കയറുമ്പോഴേക്കും ഇങ്ങനെ കിതപ്പൊക്കെ തുടങ്ങും കേട്ടോ. പിന്നെ അതിനേക്കാൾ പേടി എനിക്ക് എന്താണെന്നറിയോ, ഞാൻ ഈ പരിങ്ങി പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുരങ്ങന്മാരുണ്ട്. രണ്ട് സൈഡിലും കുരങ്ങന്മാരാണ്. നമ്മളുടെ ബാഗ് തട്ടിപ്പറിക്കും, കുട തട്ടിപ്പറിക്കും. ബാഗിൽ വല്ലതുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് അവർ തട്ടിപ്പറിക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ 272 സ്റ്റെപ്പും കയറി കഴിഞ്ഞാലാണ് അവിടെ അമ്പലം ഉണ്ടാവുള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. ആ ഒരു ഗുഹയുടെ ഉള്ളിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഇത് കണ്ടോ, ഇത് കുറച്ച് സ്റ്റെപ്പ് കയറിയിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ, കൂടെ മഴയും. എന്തൊരു ഫീലാണെന്നറിയോ, അടിപൊളിയായിരുന്നു. അപ്പം നമുക്ക് ഇനി കുറച്ച് ഈ അമ്പലത്തിനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ഇപ്പം നിൽക്കുന്ന ഈ ഒരു ബാട്ടു കേവ് അല്ലെങ്കിൽ ഒരു മുരുകൻ്റെ ഈ ഒരു ടെമ്പിൾ ലോകത്തിൽ തന്നെ ഭയങ്കര പ്രധാനപ്പെട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ നമ്മളുടെ മലേഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള കോലാലംപൂരിൽ നിന്ന് നമ്മൾ 13-14 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു സ്ഥലത്ത് എത്താൻ. നാനൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുന്നേ രൂപം കൊണ്ടിട്ടുള്ള ചുണ്ണാമ്പുകല്ല് ഗുഹകളുടെ പരമ്പരയാണത്ര ഈ ഒരു സമുച്ചയം. ഏതാണ്ട് 20ഓളം ഗുഹകൾ ഇതിനകത്തുണ്ട് എന്നാണ് പറയണത് കേട്ടോ. ബാട്ടു പാഹത്ത്
എന്ന് പറഞ്ഞിട്ടുള്ളൊരു നദിയുണ്ട്. ഈ നദി ഈ ഗുഹയുടെ അടുത്തു കൂടെ അല്ലെങ്കിൽ സമീപത്തു കൂടെയാണ് ഇത്ര ഒഴുകുന്നത്. അതുകൊണ്ടത്രേ ഇതിനെ ബാട്ടു ഗുഹാ സമുച്ചയം എന്ന് പറയണത്. ബാട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറാന്നാത്ര കേട്ടോ അർത്ഥം. വർഷങ്ങൾക്ക് മുന്നേ ഒറാങ് അസ്ലി അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യാന്ന് തോന്നണം. അങ്ങനത്തെ ആ ഒരു ഗോത്രക്കാർ ഇത് ഒരു അഭയ കേന്ദ്രമായിട്ടാണ് ഇത്ര യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് ഇതൊരു അമ്പലമായിട്ട് ആയത്. ഈ ഒരു ക്ഷേത്ര സമുച്ചയം ആക്കി മാറ്റിയത് ഒരു തമിഴ് വ്യാപാരിയായിട്ടുള്ളൊരു തമ്പുസ്വാമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണിത്ര. അദ്ദേഹമാണത്രേ ഇതൊരു ഹിന്ദു ആരാധനാ കേന്ദ്രമാക്കി മാറ്റിയത് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു ഗുഹാ സമുച്ചയത്തിൻ്റെ ഉള്ളിലേക്കുള്ള പ്രവേശന കവാടം മുരുകൻ്റെ ആയുധമായിട്ടുള്ള വേലിനോട് സാമ്യം തോന്നിപ്പിച്ചത് കൊണ്ടാണ് ഇത്ര ഇത് മുരുകൻ്റെ അമ്പലമായിട്ട് മാറാൻ കാരണം എന്നാണ് പറയണത് കേട്ടോ. 1981 ഇത്ര ഈ ഒരു ക്ഷേത്രം നിലവിൽ വന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ നിരവധി വേറെയും കുറേ ഹിന്ദു ക്ഷേത്രങ്ങളും വേറെയും ഇതിൻ്റെ ഉള്ളിൽ കുറേ ഇങ്ങനെ കുഞ്ഞിതായിട്ട് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞില്ലേ ചെറിയ അമ്പലങ്ങൾ വേറെ ഉണ്ടെന്ന്. ഈ ഗുഹയുടെ ഉള്ളിൽ തന്നെയാണ് എല്ലാം ഉള്ളത്. പക്ഷേ ഏറ്റവും വലിയ ഗുഹയുടെ ഉള്ളിലാണ് നമ്മളുടെ സാക്ഷാൽ മുരുകൻ ഇരിക്കുന്നത് കേട്ടോ. ഈ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് വേറെ എന്തോ ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. ഇവിടെ എത്തുമ്പോൾ നാദസ്വരം വായിക്കലും നല്ല തണുപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ. നല്ലൊരു പ്രത്യേക എന്താ പറയുക ഒരു പ്രത്യേക ഒരു ഫീലാണ്. നമുക്ക് കുറേ അമ്പലങ്ങളുണ്ട്. എന്താ പറയുക പിന്നത്തെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്കൊരു എൻട്രി ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കയറാം. ബാക്കിയുള്ള ഓരോ സ്ഥലങ്ങളിലാണെങ്കിലും അതിന് ഫീ ഇതിന് ഫീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുണ്ട്. പക്ഷെ ഈ ഒരു കേവിൻ്റെ ഉള്ളിൽ ഒരു ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ മുരുകക്ഷേത്രത്തിൻ്റെ പ്രതിമ ഉള്ളത് ഇവിടെയാണ് ഉള്ളത് കേട്ടോ. 43 മീറ്റർ അടി ഉയരമുള്ള പ്രതിമയാണ് ഇവിടുത്തെ ഒരു സവിശേഷത. ഇന്ത്യയിൽ നിന്നുള്ള കരകൗശല വിദഗ്ധരാണ് ഈ ഒരു പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. 2004 ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. 2006 അത് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ ഒരു ബാട്ടു കേവിൻ്റെ ഉള്ളിലും ഓരോ മുക്കും മൂലയും കണ്ടതിന് ശേഷം ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. കൗതുകകരമാർന്ന കാഴ്ചകൾ നിറഞ്ഞു നിൽക്കുന്ന ഇവിടെ സന്ദർശകർക്ക് ആത്മീയതയും ഭക്തിയും വിനോദവും സാഹസികതയും എല്ലാം ഒരുപോലെ പ്രദാനം ചെയ്യുന്ന ഒരു ഗുഹയാണ് ഇത് ബാട്ടു കേവ്. അപ്പോൾ അതാ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ തീരാണ് കേട്ടോ. എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് കാണാത്തവർ വിഷമിക്കൊന്നും വേണ്ട. ഈ ഒരു വീഡിയോയിലൂടെ കണ്ട് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ കേട്ടോ. എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം. അതുവരെയ്ക്കും ടാറ്റാ ബൈ.